Hi, good morning to all. Now, an important part in related to tangents and circles. Look at here. Now, in the figure, O is the center of circle, P is a point outside the circle, and PQ is a tangent. O കേന്ദ്രമായ വൃത്തത്തിന് പുറത്തുള്ള ബിന്ദുവാണ് പി. പി ക്യു തൊടുവരയാണ്. തൊടുവരയും ആരവും ഉണ്ടാക്കുന്ന കോൺ 90 Tangent is perpendicular to the radius. That you know that. അപ്പോൾ ഈ വരച്ചയുടെ കർണം അഥവാ ഹൈപ്പോട്ടന്യൂസ് ഈസ് OP. OP square equal to PQ square plus OQ square. That's a formula. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ. ഇതിലേതെങ്കിലും രണ്ടെണ്ണം തന്നിട്ട് മൂന്നാമത്തെ ചോദിക്കാം. ഒരു ഉദാഹരണത്തിന് വൃത്തകേന്ദ്രത്തിൽ നിന്ന് 15 സെന്റിമീറ്റർ അകലെയുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള തൊടുവരയുടെ നീളം 12 ഫിഗറിലാണ് മാർക്ക് ചെയ്തത്. From a point 15 centimeter away from the center of circle, the length of tangent is 12 centimeter. Find the radius. ആരം കാണുക. ഇതിൽ ആരം OQ. ഇതാണ് നിയമം, പൈതഗോറസ് സിദ്ധാന്തം. OQ സ്ക്വയർ OP സ്ക്വയർ മൈനസ് PQ സ്ക്വയർ. OP കാണുമ്പോൾ കൂട്ടല്, മറ്റത് രണ്ടും കുറയ്ക്കലാവും. Now it is you completed, you get 15 square minus 12 square. കംപ്ലീറ്റ് ആക്കിയിട്ട 9 ഇത് കിട്ടും. 225 144 കുറച്ചിട്ട 81 അതിൻ്റെ റൂട്ട് 9. അത്രയും ലൈൻ ഞാൻ എഴുതിയിട്ടില്ല, നിങ്ങളത് ചെയ്യണം. 225 144 കുറച്ചാൽ 9. ആരം 9. വ്യാസമാണ് ചോദിച്ചതെങ്കിൽ 9 × 2 18. ഒരു പക്ഷേ ഒന്നുകൂടി 7 സെന്റിമീറ്റർ ആരമുള്ള വൃത്തത്തിന് പുറത്തുള്ള ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള തൊടുവരയുടെ നീളം 24 സെന്റിമീറ്റർ. ഫ്രം ദ സെന്റർ ഓഫ് എ സർക്കിൾ ഓഫ് എ റേഡിയസ് 7 സെന്റിമീറ്റർ, there is a point outside and the length of tangent is given 24 centimeter. Find the distance from the center to that point. കേന്ദ്രത്തിൽ നിന്ന് ആ ബിന്ദുവിലേക്കുള്ള അകലം ആണെങ്കിൽ ഇത് തന്നിട്ടുണ്ട്, ഇതും തന്നിട്ടുണ്ട്, ആരം തന്നിട്ടുണ്ട്, ടാൻജന്റും തന്നിട്ടുണ്ട്, തൊടുവര തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്ന കർണം, ഇതാ ഫോർമുല. PQ 24 മറ്റത് 7. 576 49 625. OP is root of 625. 625ന്റെ റൂട്ട് 25. Is it over? അങ്ങനെയാണെങ്കിൽ അകലമാണ് ചോദിച്ചതെങ്കിൽ കൂട്ടുക, മറ്റത് രണ്ടും കുറയ്ക്കരുത്. ഇതാണ് ടാൻജൻസിലെ ഫസ്റ്റ് ഫോർമുല. ആൻഡ് യു സ്റ്റഡീഡ് ദ ലെങ്ത് ഓഫ് ടാൻജൻസ് ആർ ഓൾവേസ് ഈക്വൽ. തൊടുവരകളുടെ നീളം തുല്യമാണ്. അതനുസരിച്ചിട്ട് നോക്കാം. അപ്പോൾ ഒരു ത്രികോണം മുഴുവനാക്കിയാൽ ABC is a triangle. PQ and R are touching points. PQR എന്നിവ AB BC AC ഇവയെ തൊടുന്ന ബിന്ദുക്കളാണ്. ഇത് 8 ആണെങ്കിൽ APAR തൊടുവരകളാണ്. ഇത് 8 ആണെങ്കിൽ അപ്പുറത്ത് 8. BQ BPയും തൊടുവരകളാണ്. ഇത് 7 ആണെങ്കിൽ ഇവിടെ 7. CQ CR തൊടുവരകളാണ്. 9 ആണെങ്കിൽ ഇവിടെ 9. ഓക്കെ, അപ്പോൾ തൊടുവരകളുടെ സ്ഥലം എവിടെയാണ്? ഈ രണ്ടെണ്ണം, ഈ രണ്ടെണ്ണം, ഈ രണ്ടെണ്ണം. തൊടുവരകൾ തുല്യമാണ്. അത് ചുറ്റളവൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ കൂടി കൂട്ടണം. If you want to calculate the perimeter, you add all of them. Is it over? ഇനി ഈ വരച്ചത് ഒരു ചതുർഭുജമാണെങ്കിലോ നോക്കാം. ചതുർഭുജം ആണെങ്കിൽ now ABCD is a quadrilateral, circumscribes a circle, and PQR and S are the touching points. You see that ABCD ഒരു വൃത്തത്തിന് പുറത്തു കൂടെ വരച്ചാണ്. വൃത്തത്തിനെ തൊടുന്ന ബിന്ദുക്കൾ പിയും ക്യൂവും ആറും എസും. ഇനി ഇതാണ് നിങ്ങൾക്ക് അടുത്ത ഫോർമുല. AB + CD = AD + BC. എതിർവശങ്ങളുടെ തുകകൾ തുല്യമാണ്. AB താഴെ CD മുകളിൽ. കൂട്ടിയിടുക. AD ഇടത്തുഭാഗത്ത് CB വലത്തുഭാഗത്ത്. എതിർവശങ്ങളുടെ തുകകൾ ഇടത്തും വലത്തും കൂട്ടറും മുകളും താഴെയും കൂട്ടറും തുല്യമാണ്.
എതിർവശങ്ങളുടെ തുകകൾ തുല്യമാണ്. അതാണ് ആ ചോദ്യം. അതിലൊരു 2 marks ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഗിവൺ AB equal to 28 centimeter, BC equal to 30 centimeter. It is given CD equal to 26 centimeter. Find AD. AB 28, BC 30, CD 26, AD അറിയില്ല. ഇപ്പൊ പഠിച്ച നിയമം മുകളിലും താഴെയും AB പ്ലസ് CD, ഇടത്തും വലത്തും AD പ്ലസ് BC. ഈ രണ്ടെണ്ണം. You see that? Now AB is given 28, CD is 26, AD we don't know, and BC equal to 30. മൂന്നെണ്ണത്തിന്റെ വിലകൾ കൊടുക്കുക. കൂട്ടിയിട്ടാൽ 54 സമം AD plus 30, AD equal to plus 30 transferred to right side minus 30. 54 30 കുറച്ചാൽ 24 centimeter is the final answer. ഈ രണ്ടെണ്ണം കൂട്ടുന്നതും തുല്യമാണ്. ഓക്കെ, എൻ്റെ നിയമം അതാണ് കേട്ടോ. മുകളിലും താഴെയും, മറ്റത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഇസ് ഇറ്റ് ഓവർ? ഓർമ്മിച്ച് വെച്ചു. ഇറ്റ്സ് എ ഷോർട്ട് ആൻസർ, നോട്ട് essay type. Is it completed? Next, area of the triangle. A, half of perimeter of triangle S and radius of incircle small letter r. You see that? Half of the perimeter S, radius of incircle R, then area of the triangle A is equal to S into R. That's another formula. So if you want to find R, it is A by S. Area by S. Is it over? Then how to apply it? Look at here. ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ 13, 14, 15 ഒക്കെ സെന്റിമീറ്ററിലാണ്. The sides of a triangle are 13 centimeter, 14 centimeter, 15 centimeter. And the radius of incircle is given as 4 centimeter. ചോദ്യം, ഏരിയ അഥവാ പരപ്പളവ് കാണുക. പരപ്പളവ് A സമം S into R. അതാണ് സൂത്രവാക്യം. പരപ്പളവ് A equal to S into R. A സമം S into R. S നമുക്ക് കാണണം. ചുറ്റളവിന്റെ പകുതി, ഹാഫ് ഓഫ് ദ പെരിമീറ്റർ. 3 വശം കൂട്ടി അതിന്റെ പകുതി. കൂട്ടിയ 42, അതിന്റെ പകുതി 21. R, radius of incircle is given 4. അന്തർവൃത്തത്തിന്റെ ആരം 4. ഏരിയ S into R, 21 S ഉം R 4, 84. ചുറ്റളവ് കൂട്ടിയിട്ട് അതിന്റെ പകുതി 21. ഇത് തന്നിട്ടുണ്ട് റേഡിയസ് ഓഫ് ഇൻസർക്കിൾ. അന്തർവൃത്തത്തിന്റെ ആരം 4 ഗുണിച്ചാൽ നമ്മുടെ ഉത്തരം. ഇത് സെന്റിമീറ്റർ സ്ക്വയർ, 84 സെന്റിമീറ്റർ സ്ക്വയർ. നെക്സ്റ്റ്, ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ 20, 21, 29, ഓൾ ഓഫ് ദം ആർ സെന്റിമീറ്റേഴ്സ്, ഒക്കെ സെന്റിമീറ്ററാണ്. ഇസ് ഇറ്റ് ഓവർ? ഇനി പരപ്പളവാണ് തന്നിരിക്കുന്നത്. ഇത് വശങ്ങളാണ്. പരപ്പളവ് 210 സെന്റിമീറ്റർ സ്ക്വയർ. That means area is given as 210, sides are given 20, 21 and 29. Find the radius of incircle. And the formula is A by S. Are you ready? A is given as 210. പരപ്പളവ് 210. S ചുറ്റളവിന്റെ പകുതി. 3 വശം കൂട്ടി അതിന്റെ പകുതി. കൂട്ടിയാൽ 70, അതിന്റെ പകുതി 35. ഇനി റേഡിയസ് ഓഫ് ഇൻസർക്കിൾ, അന്തർവൃത്തത്തിന്റെ ആരം A 210, S 35. ഇറ്റ്സ് ഡിവിസിബിൾ എക്സാക്ട്ലി 6 times. 6 ഉത്തരം കിട്ടും. ഫോർമുല മറക്കണ്ട, A by S. അന്തർവൃത്തത്തിന്റെ ആരും ചോദിക്കാം, ഒരു പക്ഷേ ഇതും ചോദിക്കാം. വൃത്തങ്ങളിലെയും തൊടുവരകളിലെയും സൂത്രവാക്യങ്ങളിലെ ഒരു പാർട്ടാണ്, ഒരു പ്രധാനപ്പെട്ട പാർട്ട്. ഓക്കെ.